നിപ പ്രതിരോധത്തിൽ കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും. സർക്കാരിന് അനങ്ങാപ്പാറ നയമെന്ന CPIM. രോഗത്തെ സർക്കാർ വേണ്ടത്ര ജാഗ്രതയോടെ കണ്ടില്ലെന്ന് പിണറായി വിജയൻ. ഏകോപനം പോലും ശോചനീയമായ നിലയിലെന്നും പ്രതിപക്ഷ നേതാവ്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല. ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തണമായിരുന്നു എന്ന് KK ശൈലജ. K മുരളീധരൻ വിസിറ്റിംഗ് മന്ത്രിയാകരുതെന്ന് PA മുഹമ്മദ് റിയാസ്. നിപ രോഗബാധയെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന ആരോഗ്യമന്ത്രി K മുരളീധരൻ. കോഴിക്കോട് രോഗവ്യാപനം നടന്നിട്ടില്ല. നിപ ബാധിത പ്രദേശത്ത് എത്താതിരുന്നത് തലസ്ഥാനത്ത് ഏകോപനം നടത്തേണ്ടതിനാൽ. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ല, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട്ടേക്ക്. നിപ ജാഗ്രതയ്ക്കിടയിലും സംസ്ഥാനത്ത് ആന്റിവൈറൽ മരുന്നിന് ക്ഷാമം. റെഡിംസീവർ ഇനിയും കോഴിക്കോട് എത്തിയിട്ടില്ല. ചെന്നൈയിൽ സ്റ്റോക്ക് ചെയ്ത മരുന്നിന്റെ കാലാവധി കഴിഞ്ഞത് തിരിച്ചടി. ബഹ്റിനിൽ നിന്നും മരുന്നെത്തിക്കുമെന്ന് K മുരളീധരൻ. കോഴിക്കോട്ടെ നിപ ബാധിതൻ വെന്റിലേറ്ററിൽ. സംസ്ഥാനത്ത് 4 പേർക്ക് കൂടി ഷിഗല്ല ബാധ. തൃശൂരിൽ 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്ക് രോഗബാധ. മലപ്പുറത്തും കൊല്ലത്തും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. ഈ മാസം മാത്രം ഷിഗല്ല ബാധിച്ചത് 59 പേർക്ക്. ഈ വർഷം ആകെ 135 കേസുകൾ. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 62കാരി മരിച്ചു. പനി ബാധിച്ച് ഇന്നലെ മാത്രം ചികിത്സ തേടിയത് 12,441 പേർ. 56 പേർക്ക് ഡെങ്കിപ്പനി ബാധ, 11 പേർക്ക് എലിപ്പനി. ഏറ്റവും കൂടുതൽ പനി ബാധിതർ മലപ്പുറം ജില്ലയിൽ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയതിനെതിരെ തുറന്നടിച്ച് ഡോക്ടർ KJ റീന. കാരണം കാണിക്കാതെ പെട്ടെന്ന് നീക്കിയത് അനീതി. ഡയറക്ടറെ മാറ്റിയത് സർക്കാർ താൽപര്യം മാനിക്കാത്തത് കൊണ്ടെന്ന് ആരോഗ്യമന്ത്രി. നടപടിയായി വിലയിരുത്താമെന്ന് K മുരളീധരൻ. DHSനെ ഈ ഘട്ടത്തിൽ മാറ്റരുതായിരുന്നുവെന്ന് KK ശൈലജ. വിവാദങ്ങൾക്കൊടുവിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനം രാജിവെച്ച് KB പ്രദീപ്. പദവി ഒഴിഞ്ഞത് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ പ്ലീഡറാക്കിയതിന് പിന്നാലെ ഉയർന്നത് വൻ വിവാദം. നിയമനങ്ങളിൽ UDF സർക്കാർ വെട്ടിലാകുന്നത് ഇത് 2ാം തവണ. ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിൽ മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞ മന്ത്രി K മുരളീധരൻ. നിയമന തീരുമാനം മുഖ്യമന്ത്രിയുടേതെന്ന പ്രതികരണം തിരുത്തി. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമെന്ന മന്ത്രി. അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് സണ്ണി ജോസഫ്. വിവാദങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി. മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കാൻ നീക്കം. ദേവസ്വം അഭിഭാഷക നിയമനത്തിൽ സർക്കാരും ചെയ്ത് കള്ളന് ചൂട്ടുപിടിക്കുന്ന നിലപാടെന്ന് പിണറായി വിജയൻ. പ്ലീഡർ നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എന്ന വാദം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ്. ഞാൻ അറിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്ന നിലയാണുണ്ടായത്. ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് നടക്കാനിടയാകുക? ഒരു തരത്തിലുള്ള കള്ളന് ചൂട്ടുപിടിക്കലായിപ്പോയി. നിർണായക വിവരങ്ങൾ ചോർത്താനുള്ള ആസൂത്രിത നീക്കമെന്ന് P രാജി. ഇന്ത്യ സഖ്യയോഗത്തിലെ പ്രസംഗം പുറത്തുവിട്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തി ഇടതു പാർട്ടികൾ. മോദി രാഹുൽ ആലിംഗനം ഓർമ്മപ്പെടുത്തി പിണറായി വിജയൻ. രാഹുൽ BJPയുടെ സഹായിയായി മാറി. ഇന്ത്യ മുന്നണിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് രാഹുൽ. കെട്ടിപ്പിടിക്കൽ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ലല്ലോ. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. പിണറായി വിജയനെ
ആലിംഗനം ചെയ്യാനാവില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ വിമർശിച്ച് CPIM ജനറൽ സെക്രട്ടറി. അസംബന്ധങ്ങൾ പറയുന്ന ജോലി രാഹുൽ സംസ്ഥാന നേതാക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് MA ബേബി. സഖ്യയോഗത്തിലെ മുഴുവൻ ചർച്ചയും പുറത്തുവിടണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് CPIM പിന്തുണയോടെയെന്നും ബ്രിട്ടാസ്. LDF സർക്കാരിന്റെ കാലത്ത് പിണറായി പറഞ്ഞ അവതാരങ്ങൾ കയറിക്കൂടിയോ എന്ന് പരിശോധിക്കണമെന്ന് ബിനോയ് വിശ്വം. അവതാരങ്ങൾ നമ്മളെ റാഞ്ചില്ലെന്ന് ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും. CPIM-ഉം പരസ്പരം പടവെട്ടിയപ്പോൾ ശത്രുക്കൾ വളർന്നു. ശത്രുക്കൾ കോട്ടകൾ കീഴടക്കി കേരളം വരെ എത്തിയെന്നും ബിനോയ് വിശ്വം. ഇറാൻ-UA സമാധാന കരാർ 24 മണിക്കൂറിനുള്ളിൽ അന്തിമമാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഈ സൈനിങ് ഉടൻ. വിശദമായ ചർച്ച അടുത്തയാഴ്ച. ചർച്ചകൾ സമാധാന കരാറിലേക്ക് ഇത്രയും അടുക്കുന്നത് ഇതാദ്യമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം ജൂലൈ 9 ഇറാൻ. സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 തുടങ്ങും. ഖബറടക്കം മാഷ്ഹാദ് നഗരത്തിൽ. ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ ഖമനയെ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അസമിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ് 5 സൈനികർക്ക് ദാരുണാന്ത്യം. രക്ഷപ്പെട്ടത് സഹ പൈലറ്റ് മാത്രം. അപകടം ജോർഹട്ട് വ്യോമതാവളത്തിൽ ലാൻഡിങ്ങിനിടെ. അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമസേന. ലോകകപ്പിൽ മലയാളി തിളക്കമാകാൻ തഹസിൻ മുഹമ്മദ്. വിശ്വവേദിയിൽ പന്തുതട്ടുന്ന ആദ്യ മലയാളി എന്ന റെക്കോർഡിലേക്ക് കണ്ണുനട്ട് കേരളം. ഖത്തർ സ്വിറ്റ്സർലൻഡ് പോരാട്ടം രാത്രി 12:30. തഹസിന്റെ ലോകകപ്പ് അരങ്ങേറ്റം ആഘോഷമാക്കാൻ കണ്ണൂരിലെ ബന്ധുക്കളും നാട്ടുകാരും. തഹസിൻ ഖത്തർ ടീമിന്റെ മുന്നേറ്റ താരം. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനും സംഘത്തിനുമെതിരെ അന്വേഷണത്തിന് കൊച്ചി പോലീസ്. അന്വേഷണം ലഹരിമരുന്ന് ഉപയോഗം, അശ്ലീല പ്രചാരണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ. നീക്കം തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് DGP ഉത്തരവിട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും തൊപ്പിക്കെതിരെ പരാതി പ്രവാഹം. നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ മൊഴി നൽകി നീന കുറുപ്പ്. അൻസിബ തീവ്രവാദി എന്ന് ടിനി പറയുന്നത് കേട്ടെന്ന് മൊഴി. ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ കടവന്ത്ര പോലീസ്. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങളിൽ പരാതി നൽകി നടി ലക്ഷ്മിപ്രിയ. അന്തരിച്ച നടൻ സലിംകുമാറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പിണറായി. നാളെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സലിംകുമാറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയേക്കും. KSRTC മുൻ ഡ്രൈവർ യദുവിന് ജോലി നൽകി സംസ്ഥാന സർക്കാർ. നിയമിച്ചത് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി. യദുവിന് ജോലി നഷ്ടമാക്കിയത് മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള നടു റോഡിലെ തർക്കം. മുഖ്യമന്ത്രിയായ ശേഷവും VD സതീശൻ കന്റോൺമെന്റ് ഹൗസ് ഒഴിയാത്തതിനെതിരെ V ശിവൻകുട്ടി. ഭരണത്തിലേറി 1 മാസം കഴിഞ്ഞിട്ടും നടപടി വൈകിപ്പിക്കുന്നു. CPIM-ന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നടപടിയെങ്കിൽ മാധ്യമങ്ങൾ ശക്തമായി പ്രതികരിച്ചേനെ എന്നും V ശിവൻകുട്ടി. ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. എന്തേ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വന്ന ശേഷം എത്ര ദിവസമായി? കന്റോൺമെൻറ് ഹൗസ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കന്റോൺമെൻറ് ഹൗസ് ഇതുവരെ മാറിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഭാഗം മാധ്യമങ്ങൾ വെറുതെ വിടുവോ? തളിപ്പറമ്പ് MLA TK ഗോവിന്ദന് വധഭീഷണി എന്ന പരാതി. ഈ യാത്ര അധികകാലം ഉണ്ടാകില്ല എന്നും പണി ജയിലിലുള്ളവർ നോക്കുമെന്നും ഫോൺ സന്ദേശം. ഭീഷണിക്ക് പിന്നിൽ CPIM എന്ന് TK ഗോവിന്ദൻ. പത്രസമ്മേളനം നടത്തിയതിൽ CPM-ന്റെ നേതൃത്വത്തിന് രസിച്ചിട്ടുണ്ടാവില്ല. ഈ അസഹിഷ്ണുതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചില ഭീഷണികളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ അന്വേഷണം അർജുൻ ആയങ്കിയിലേക്ക്. സ്വർണം കവരാനെത്തിയത് അർജുന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നു. അന്വേഷണം അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ കേസിൽ ഉൾപ്പെട്ടതോടെ തെളിവുകൾ ലഭിച്ചാൽ അർജുനെ പ്രതി ചേർക്കുമെന്ന് അന്വേഷണ സംഘം.
കൊല്ലം പുനലൂരിലെ വയോജന കേന്ദ്രത്തിലെ മർദ്ദനത്തിൽ കേസ്. 72കാരിയുടെ പരാതിയിൽ കേസെടുത്തത് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തി. സ്ഥാപന നടത്തിപ്പുകാരൻ അഞ്ചൽ സ്വദേശി ബ്രഹ്മദാസ് അറസ്റ്റിൽ. വയോജന കേന്ദ്രങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കാസർഗോഡ് സ്വദേശിയായ 16കാരി പീഡനത്തിനിരയായ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 25കാരി സ്നേഹ മെർലിൻ പെൺകുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചുവെന്ന് പോലീസ്. കുട്ടിയുടെ അമ്മ വീട്ടിലുള്ളപ്പോഴും പീഡനം നടന്നുവെന്ന് മൊഴി. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് ഉപരോധിച്ച് പ്രദേശവാസികൾ. അതിരപ്പള്ളി SIയുടെ വാഹനവും തടഞ്ഞു. വൈറ്റിലപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ അടക്കം നിരവധി വാഹനങ്ങൾ കുടുങ്ങി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. ആന ഇറങ്ങിയത് കൂനമ്പാലം മേഖലയിൽ. ചക്ക തിന്ന ശേഷം ആന കാട്ടിലേക്ക് മടങ്ങി. ആന ശല്യക്കാരനല്ലെന്ന് നാട്ടുകാരൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അന്തരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയാണ്. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ. ഫണ്ട് തട്ടിപ്പിലെ അന്വേഷണ പ്രഖ്യാപനത്തിന് പിന്നാലെ സ്പോർട്സ് കൗൺസിലിൽ കൂട്ടരാജി. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും വരെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്ന് മന്ത്രി OJ ജനീഷ്. കായിക രംഗത്ത് അമിത രാഷ്ട്രീയം കുത്തിക്കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജനീഷ് ന്യൂസ് മലയാളത്തോട്. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ വിനോദിക്കുള്ള ധനസഹായം മുടങ്ങിയതിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. പണം തിങ്കളാഴ്ച തന്നെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ധനസഹായം മുടങ്ങിയത് അന്വേഷിക്കാൻ മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രി ഇടപെട്ടത് ധനസഹായം 4 മാസമായും മുടങ്ങിയെന്ന വാർത്ത പുറത്തുവന്നതോടെ. തൃണമൂലിന് പിന്നാലെ ശിവസേന. ഉദ്ധവ് താക്കറെ വിഭാഗത്തെയും പിളർത്താൻ BJP നീക്കം. 7 MPമാർ NDAയുമായി ആശയവിനിമയം നടത്തിയതായി വിവരം. അഭ്യൂഹങ്ങൾക്കിടെ യോഗം വിളിച്ച് ഉദ്ധവ് താക്കറെ. ബംഗാളിൽ 4000-ലധികം EVMകൾ കത്തി നശിച്ചത് അന്വേഷിക്കാൻ SIT. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കത്തി നശിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച EVMകൾ. തീപിടുത്തം അട്ടിമറിയെന്ന സൂചനയുമായി ബംഗാൾ മന്ത്രി കൗശിക് ചൌധരി. തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയോടുള്ള നിലപാട് മയപ്പെടുത്തി കല്യാൺ ബാനർജി. അഭിഷേക് തനിക്ക് മകനെപ്പോലെ എന്ന് കല്യാൺ. മക്കളുടെ തെറ്റുകൾ ക്ഷമിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമ. കല്യാൺ ബാനർജിയെ കുട്ടിക്കാലം മുതൽ കാണുന്നതെന്ന് അഭിഷേക്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവി. ജൂൺ 30-ന് ധീരജ് ചുമതലയേൽക്കും. നിയമനം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്നും വിരമിക്കുന്ന ഒഴിവിൽ. ഉത്തർപ്രദേശ് വാരണാസി ജില്ലാ കോടതിയിൽ മധ്യവയസ്കയുടെ പരാക്രമം. കോടതി മുറിയിൽ അതിക്രമിച്ചു കയറി ജഡ്ജിയുടെ കസേരയിൽ ഇരുന്നു. സാക്ഷികളെയും തെളിവുകളും ഹാജരാക്കാൻ നിർദ്ദേശിച്ച സ്ത്രീയെ നീക്കിയത് പോലീസ് എത്തി. ബീഹാറിൽ 130 അടി നീളമുള്ള മൊബൈൽ ടവർ കവർന്ന് മോഷ്ടാക്കൾ. മോഷണം നടന്നത് ബക്സർ ജില്ലയിലെ ദുംറാവു നഗരത്തിൽ. സാങ്കേതിക കാരണങ്ങളാൽ ടവർ പ്രവർത്തനരഹിതമായിരുന്നു. സംഭവം അറിഞ്ഞത് അറ്റകുറ്റപ്പണിക്കാരായി ജീവനക്കാർ എത്തിയതോടെ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് മറികടന്ന് റഷ്യ-യുക്രൈൻ യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം നീണ്ടുനിന്നത് 4 വർഷവും 3 മാസവും 14 ദിവസവും. റഷ്യ-യുക്രൈൻ യുദ്ധം 1570 ദിവസങ്ങൾ പിന്നിട്ടെന്ന് ന്യൂയോർക്ക് ടൈംസ്. ഇന്ത്യൻ ടീൻ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ പാത പിന്തുടർന്ന സഹോദരൻ ആശീർവാദ് സൂര്യവംശി. പ്രാദേശിക മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി. 87 പന്തിൽ 10 വയസ്സുകാരൻ അടിച്ചുകൂട്ടിയത് 103 റൺസ്. സമൂഹ മാധ്യമങ്ങളിൽ ആശീർവാദിനെ പിന്തുണച്ച് ക്രിക്കറ്റ് പ്രേമികൾ. സഞ്ജു സാംസണിന് പിന്നാലെ ഗ്യാലറിയിൽ ആരവമാകാൻ മാനവ് കൃഷ്ണ. സഞ്ജുവിനെ പോലെ മലയാളികളുടെ അഭിമാനമായി മാറണമെന്നാണ് ആഗ്രഹമെന്ന് മലയാളി താരം ന്യൂസ് മലയാളത്തോട്. ഫുൾ മീൻസ് ഒരു ഡ്രീം ആയിരുന്നു. സോ ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ്. സോ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, റൺ അടിക്കുക. സോ ദാറ്റ്സ് ഓൾ.
അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ അവസരം. മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുമെന്നും മാനവ് കൃഷ്ണ. മാനവിന് കരുത്തായത് കേരളത്തിനായി നടത്തിയ വെടിക്കെട്ട് പ്രകടനം.